ഹലോ ഗായ്സ്, ഐ എം ഹിയർ ഗെയിമർ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, വാട്ട്സ് കമ്മിങ് ഓൺ ടുമോറോ എന്നാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ ഫുട്ബോളിൽ നാളെ ഒരു കിട്ടില്ല അപ്ഡേറ്റ് തന്നെ വരാൻ സാധ്യതയുണ്ട്. V5.5.1 അപ്ഡേറ്റ് ആയിട്ടാണ് വരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അപ്പോൾ എന്തായാലും എല്ലാവരും വെയിറ്റിംഗ് ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നമുക്ക് അപ്ഡേറ്റിൽ എന്തൊക്കെയാണ് വരുന്നത് എന്ന് നോക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. 300 സബ്സ്ക്രൈബേഴ്സാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ഒരു കാര്യം പറയാം. നെയ്മർ ഫാൻസിന് പറയാൻ നല്ല സന്തോഷമായ ടൈമാണ് ഇപ്പോൾ. പക്ഷേ ആ സന്തോഷമെല്ലാം പോയിട്ടുണ്ട് നെയ്മർ ഫാൻസിന്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളെ നെയ്മറിനെ വീണ്ടും പരിക്ക് പറ്റിയിട്ടുണ്ട്. അടുത്ത 2 കളിക്ക് നെയ്മർ ഉണ്ടാവില്ല. ബ്രസീലിൻ്റെ ഈജിപ്തിനായിട്ടും പനാമനായിട്ടും, മീൻസ് ആദ്യം പനാമനായിട്ടാണ് കളി, അത് കഴിഞ്ഞ് ഈജിപ്തിനായിട്ടാണ് കളി. അത് ഫ്രണ്ട്ലി ആണെങ്കിലും അതിലൊന്നും നെയ്മർ ഉണ്ടാവില്ല. പിന്നെയാണ് ഡൗട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, ഈ ബ്രസീൽ വേൾഡ് കപ്പിൻ്റെ ഫസ്റ്റ് മാച്ചാണ് ബ്രസീലിൻ്റെ മൊറോക്കോ ആയിട്ടാണ് കളി. ആ മൊറോക്കോന് കളിക്കാൻ പറ്റുമെന്ന് ചെറിയൊരു ഡൗട്ടാണ്. ഇനിയിപ്പോൾ കളിക്കാൻ പറ്റുമെങ്കിൽ തന്നെ ഈ പരിക്കായതുകൊണ്ട് റിച്ചാർലിസൺ വേൾഡ് കപ്പിലില്ല, ഇതറിയാലോ. കാർലോ ആൻസെലോട്ടി വിചാരിച്ചാൽ നെയ്മറിനെ തട്ടിയിട്ട് പകരം റിച്ചാർലിസനെ കൊണ്ടുവരും. അതാണ് ഉണ്ടാകാൻ പോണേ. എൻ്റെ ഊഹത്തിൽ കൊണ്ടുവരാൻ നമ്മൾ കാത്തിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോകാം. അതാണ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തന്നെ കാണിക്കണില്ല ആരൊക്കെ വരുന്നത്. അതിന് നമുക്ക് നാളെ എന്തൊക്കെ പോകും നോക്കാം. കാരണം നാളെ കുറേ കാര്യങ്ങൾ പോകും. അപ്പോൾ അതൊന്ന് നമുക്ക് ചർച്ച ചെയ്യാം. മാസ്റ്റർ ലീഗ് 50 കോയിൻ ആരെങ്കിലും എടുക്കാതെ തന്നെ ഇപ്പം തന്നെ എടുത്തോളി. നാളെ പിന്നെ നോക്കണ്ട, മാസ്റ്റർ ലീഗ് പോവും. ഇതിൽ എന്താണ് പ്ലെയർ ഓഫ് ദി വീക്ക് എടുക്കാത്തവരുണ്ടെങ്കിൽ അതെടുത്തോളി. ഇതൊന്നും നാളെ ഉണ്ടാവില്ല കേട്ടോ, ഇതുണ്ടാവും. പ്ലെയർ ഓഫ് ദി വീക്കൊക്കെ എടുക്കാത്തവരുണ്ടെങ്കിൽ പെട്രോൾ പോയി എടുത്തോളൂ കേട്ടോ. പിന്നെ കിട്ടില്ല. PvP പോവുകയാണെങ്കിൽ ഇതാ ഈ 50 കോയിൻ 4 ദിവസത്തിനുണ്ടെങ്കിലും ഈ 50 കോയിൻ നാളെ പോവും. ഇത് പിന്നെ കുഴപ്പമില്ലല്ലോ. അതൊക്കെ നാളെ പോകുന്നതാണ്. പിന്നെ എടുക്കാത്തവരുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. പോയത് പോയി, പിന്നെ കിട്ടൂല. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മളെ പാക്സ്. നമ്മളെ സ്വന്തം ബെക്കംബോറിനെ നമ്മൾ എടുത്തിരുന്നെങ്കിലും ആ ബെക്കംബോർ പോവാണ്. ബെക്കംബോർ നാളെ പോവും. 11:48 മിനിറ്റും കഴിഞ്ഞാൽ ബെക്കംബോറും ഗോൺ. ബെക്കംബോറിന് പകരം ആരൊക്കെയാണ് വരിക എന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ വേറെ ആരുമല്ല, നമ്മളെ റൊണാൾഡോൻ്റെ ഒരു പാക്ക് വരാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയണത്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളെ പോർച്ചുഗൽ ഇപ്പോൾ വേൾഡ് കപ്പിലൊക്കെ കളിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. പോർച്ചുഗലിൻ്റെ ഒരു പാക്ക് തന്നെ വരും എന്നാണ് പറയണത്. മീൻസ് ബെക്കംബോർ പോയാലും പാക്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ബെക്കംബോർ പോയാൽ സാധ്യതയുള്ള ആൾക്കാരിലൊരാണ് റോബർട്ടോ മാർട്ടീനസ്. നയിക്കുന്ന പോർച്ചുഗൽ വരാൻ സാധ്യതയുണ്ട്. റൊണാൾഡോ, വിട്ടീഞ്ഞ, ന്യൂനോ മെൻഡസ്, ബ്രൂണോ ഫെർണാണ്ടസ്, ജോ നെവസ്, ജോ കാൻസലോ, പിന്നെ ഇതാരാണ്, ഇബനെ ഡിയോഗോ കോസ്റ്റ, പിന്നെ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ പ്ലേ ഫൺ മാച്ചസ് ടു ഗെറ്റ് എ പിക്ക്.
എപ്പിക്കിനും വേണ്ടി. ഇതൊന്നും സംഭവം എനിക്ക് നേരത്തെ കത്തിയിട്ടില്ല. നമ്മൾ സ്റ്റീവൻ ജെറാർഡ് വരാണ്. സ്റ്റീവൻ ജെറാർഡ് നമ്മൾ ഫ്രണ്ട് മാച്ച് കളിച്ചാൽ കിട്ടുന്ന അങ്ങനത്തെ ആണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ ഒരു പാക്ക് വരാൻ സാധ്യതയുണ്ട്. ഇംഗ്ലണ്ടിൻ്റെ പാക്ക് പറഞ്ഞാൽ തോമസ് ടൂച്ചലാണ് കോച്ച്. ഹാരി കെയ്ൻ, സൊളാങ്കെ, ഫോർഡനൊക്കെ ഉണ്ടാവും. റാഷ്ഫോർഡ്, പിക്ഫോർഡ് ഇവരൊക്കെ നോക്കണ ഇംഗ്ലണ്ടിൻ്റെ പാക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെ കുറേ റൂമർ എനിക്ക് കിട്ടിയിട്ടുണ്ടാവും. ഞാൻ കാണിക്കുന്നില്ല ആരൊക്കെയാണ് വേണമെങ്കിൽ ഞാൻ പറയാം. ഫ്രാൻസ്, സ്പെയിൻ അങ്ങനത്തെ കുറേ ടീംസൊക്കെ വരാൻ സാധ്യതയുണ്ട്. ജർമ്മനി അങ്ങനത്തെയൊക്കെയാണ് വരാൻ സാധ്യതയുള്ളത്. ചിലപ്പോൾ അത് ഔട്ടാണ് വരിക, ചിലപ്പോൾ ഇതാവില്ല വരിക, അതാവും. ഏതായാലും നോക്കാം. പിന്നെ നോക്കണമെങ്കിൽ ഗൈസ് പ്ലെയർ ഓഫ് ദി ഡേ ഇനി തൊട്ട് മെയിൻ കാര്യമാണ് പ്ലെയർ ഓഫ് ദി ഡേ. പ്ലെയർ ഓഫ് ദി ഡേ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. വേറൊന്നുമില്ല, ഇപ്പോൾ നമ്മൾ എന്താ പറയുക, നാളെ ജൂൺ 4 തൊട്ട് വേൾഡ് കപ്പ് തീരുന്നവരെ ഈ പ്ലെയർ ഓഫ് ദി ഡേ ഉണ്ടാവും. ഇന്നിപ്പോൾ ഏതെങ്കിലും കളി ഉണ്ടെങ്കിൽ ആ കളിയത്തെ നല്ല കളി കളിച്ചാളാം നാളെ നമുക്ക് തരുമോ എനിക്കറിയില്ല. അതിൻ്റെ ഒരു പാക്ക് വരാനാണെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് തരും, അല്ലെങ്കിൽ പാക്ക് കൊണ്ടുവരും. അങ്ങനെ വേൾഡ് കപ്പിലൊക്കെയാണ് നോക്കല്. വേൾഡ് കപ്പിലത്തെ നല്ല നല്ല ആൾക്കാരെ അടുത്ത പ്ലെയർ ഓഫ് ദി ഡേ ആയിട്ട് പാക്ക് കൊണ്ടുവരുമായിരിക്കും. കുറേ ആൾക്കാരുണ്ടാവില്ല, ഓരെല്ലാവരും കൂടി ഒരു പാക്ക് കൊണ്ടുവരുമായിരിക്കും. നമുക്ക് വേണമെങ്കിൽ കറക്കാതിരിക്കാം. ബിഗിനേഴ്സിനൊക്കെ നല്ല ലക്കാണത്. കാരണം എന്താ വെച്ചാൽ അങ്ങനെയായിട്ട് പ്ലേയേഴ്സ് കിട്ടാതെ ഉണ്ടാവും. ചിലപ്പോൾ മെസ്സിയൊന്നും നെയ്മറൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ടാവും, നെയ്മർ ഇല്ലാത്ത ആൾക്കാരുണ്ടാവും, റൊണാൾഡോ ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. പോർച്ചുഗൽ കളിക്കുമ്പോൾ റൊണാൾഡോ നല്ല കളി കളിച്ചാൽ റൊണാൾഡോ ഈസ് ഹിയർ എന്നുള്ള രീതിയിലാണ്. പിന്നെ റൊണാൾഡോൻ്റെ ഒരു എപ്പിക്ക് വരുന്നുണ്ട് കേട്ടോ, ഞാൻ പറയാം ഗൈസ്. പിന്നെ നോക്കുകയാണെങ്കിൽ പാക്സിൽ നോക്കുകയാണെങ്കിൽ അറ്റാക്കിങ് സെർജ് പറഞ്ഞുകൊണ്ട് ഒരു പാക്ക് വരാൻ സാധ്യതയുണ്ട്. യോഹാൻ ക്രൈഫ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇൻസാഗി, ജോഡി ആൽബ ഓരും വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ജപ്പാനിൽ നിന്നും വരാൻ സാധ്യതയുണ്ട്. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഇത് പാക്കായിട്ടാവും വരിക. പാക്കായിട്ട് വരുമ്പോൾ സപ്പോർട്ടിൽ വെക്കാണ്ട് EF കണക്റ്റ് എന്ന് അടിച്ചു കൊടുത്താൽ ഒരു ഫ്രീ സ്പിന്ന് കിട്ടും. നമ്മൾ സപ്പോർട്ട് വെക്കാണ്ട് ഒരു കോഡ് അടിക്കാണ്ടാവുമല്ലോ, ഈ സ്മോളിലാക്കിയാണ്ട് ബാക്കി ഫുള്ള് ക്യാപിറ്റൽ EF കണക്റ്റ് എന്ന് അടിച്ചാൽ നമുക്ക് കിട്ടും. നാളെ തൊട്ടാണ് നാളെ കിട്ടും ഒരു ഫ്രീ സ്പിന്ന്. വേറെ ഇല്ലല്ല, നമ്മുടെ സ്വന്തം ജോഡി ആൽബൻ്റെ ഈ ബാക്കിൽ. അത് ഫ്രീ സ്പിന്നായിട്ട് നമ്മളെപ്പോലത്തെ യൂസേഴ്സിനൊന്നും ഭാഗ്യമില്ല, പക്ഷേ ഭാഗ്യം കിട്ടിയാലോ ഉള്ള രീതിയിലാണ് ആ ഫ്രീ സ്പിൻ വരുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഒഫീഷ്യൽ ന്യൂ ലെജൻഡ് ആഡ്, ഈ പുതിയ ലെജൻസൊക്കെ ആഡ് ആകുമ്പോൾ ഇവരൊക്കെയാണ്. ഡിയാഗോ കോസ്റ്റ, പോർച്ചുഗലിൻ്റെ ഡിയാഗോ കോസ്റ്റ വരാൻ സാധ്യതയുണ്ട്. ഡുങ്കനൊക്കെ അറിയാത്ത ആൾക്കാരുണ്ടാ, ഹാൻഡ്സപ്പിൻ്റെ ഔട്ടാ. പിന്നെ ഡുങ്ക, സ്വിജ് സ്റ്റഗർ എന്നൊക്കെ ഏതാണ്. ഇവരൊക്കെ ഏത് പൊസിഷൻ ഞാൻ മറന്നുപോയി. സാംബറോട്ട് ഏതാ പൊസിഷൻ എന്നറിയില്ലേ, നമ്മളെ CBN ആണ്. പിന്നെ ഗോഡ്സ് നമ്മളെ ജർമ്മനിക്ക് വേണ്ടി അന്ന് വേൾഡ് കപ്പ് എടുത്തപ്പോഴല്ലേ 1-0 ജയിച്ച്. വേൾഡ് കപ്പ് എടുക്കുന്നതിന് മുമ്പാണ്, അന്നെന്നോ ജയിച്ചപ്പോൾ വേൾഡ് കപ്പ് 2014 എടുത്തപ്പോൾ ഒരു ഗോൾ അടിച്ച ഗോഡ്സ് ആണ് എൻ്റെ ഓർമ്മയിൽ ആണെന്ന് തോന്നുന്നു. പിന്നെ കൈസുക്കെ ഹോണ്ട കമ്പനീൻ്റെ ആരെങ്കിലും ആണെങ്കിൽ അറിയാം കേട്ടോ. പിന്നെ നോക്കുകയാണെങ്കിൽ ഗൈസ്, ഈ ഫുട്ബോളിൽ ബ്രസീൽ ഫാൻസിനൊക്കെ ഏറെ സന്തോഷം വരുന്ന ടൈമാണിത്. വേറെ ഒന്നും കൊണ്ടല്ല, നെയ്മറിൻ്റെ ഒരു കിഡിലെ എപ്പിക്കോ അല്ലെങ്കിൽ ബിഗ് ടൈമോ ആഡാക്കിയിട്ടുണ്ട്. ഈ ഫുട്ബോൾ ആഡാക്കിയിട്ടുണ്ട്. അത് ചിലപ്പോൾ നാളെ വരും, മറ്റന്നാളെ വരും, ഒന്നും വരും. കിഡിലും കാടനാവും നെയ്മറിൻ്റെ. കിഡിലെന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പ് എടുത്തില്ലേ, വേൾഡ് കപ്പ് എടുത്തതിൻ്റെ ഇതായിട്ട് കൊണ്ടുവരുന്ന ആണ്. കിഡിലും കാടനാവും. വേണ്ടവരുണ്ടെങ്കിൽ എടുക്കുക. ബ്ലിറ്റ്സ്കേർഡ് പ്ലസ് മൊമെൻ്റ് ഡ്രിബ്ലിംഗ് ആണ് നെയ്മറിന് വരുന്നത്. പിന്നെ ഗേർഡ് മുള്ളറുണ്ടാവും. ഫിനോമിനൽ ഫിനിഷിങ് ലോ സ്ക്രീമർ. കിടില കേട്ടോ, ഗേർഡ് മുള്ളറൊക്കെ കിടിലാവും. പിന്നെ ദശൈലിൻ്റെ ഒക്കെ ഒരു കാർഡ് വന്നീന് കേട്ടോ. അവൻ്റെ വന്നീൻ്റെത് ഇങ്ങനെ അല്ലെങ്കിലും ലെജൻഡറി കാർഡായിട്ടാണ് വന്നത്. പിന്നെ നോക്കണമെങ്കിൽ ഫ്രണ്ട് ഇൻവൈറ്റ് ക്യാമ്പയിൻ ഗെറ്റ് ഫുട്ബോൾ കോയിൻ ഇൻ 3 ഈസി സ്റ്റെപ്സ്. ഇത് പറഞ്ഞാൽ ചെക്ക് യുവർ ഇൻവിറ്റേഷൻ കോഡ് ഇൻ ഗെയിം. നമ്മൾ ആ കോഡ് കൊടുക്കുന്നു, ചെക്ക് യുവർ ഇൻവിറ്റേഷൻ കോഡ് ഇൻ ഗെയിം. അത് ഷെയർ ആൻ ഇൻവിറ്റേഷൻ കോഡ് വിത്ത് എ ഫ്രണ്ട്. നമ്മളൊരു ചങ്ങാതിക്ക് കൊടുക്കുന്നു, കോയം കിട്ടുന്നു. എനിക്ക് എന്താ സംഭവം മനസ്സിലായില്ല. ഇപ്പോൾ ഫ്രണ്ട്ലി മാച്ച് കളിച്ചാലും കുറേ കിട്ടും. കാരണം എന്താ വെച്ചാൽ ജെറാർഡിനൊക്കെ ഫ്രണ്ട്ലി മാച്ച് കളിച്ചാൽ കിട്ടും എന്നാണ് കാണിക്കണത്. ഗൈസ്, നാളെ ഫെസ്റ്റിവൽ ക്യാമ്പയിൻ ഫസ്റ്റ് ഹാഫ് വരാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഹൈലൈറ്റ് ഫുട്ബോൾ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ഫ്രീ സെലക്ഷൻ കോൺട്രാക്റ്റ് 5 കിട്ടും.
പിന്നെ നോക്കുകയാണെങ്കിൽ 750 ഗോൾഡ് കോയിൻ. എല്ലാ ദിവസവും ലോഗിൻ ചെയ്താലാവും ഇതിൻ്റെ ഓരോരെല്ലാം കിട്ടല്. അപ്പോൾ എല്ലാ ദിവസവും ലോഗിൻ ചെയ്യാം, നമുക്ക് നോക്കാം. പിന്നെ ഇതിലാണ് ഫ്രീ സ്പിന്ന് നോക്കുകയാണെങ്കിൽ വേറെ അതിന് മുമ്പ് അതിൽ നമുക്ക് ഫ്രീ ഷോർട്ട് ടൈം ലിയോ മെസ്സിനെ തരുന്നുണ്ട്. ലിയോ മെസ്സി നമുക്ക് കിട്ടും, ഡബിൾ ബൂസ്റ്റർ. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതാ ഡേവിഡ് സ്പെയിനിൻ്റെ ഒരു ബാക്കും അർജൻറ്റീനയുടെ ഒരു ബാക്കിലുമാണ് നമുക്ക് 5 സെലക്ഷൻ കോൺട്രാക്റ്റ് ഉള്ളത്. പിന്നെ ഇതാ മാച്ച് പാസ് ആണെന്നോ എൻ്റെ ഊഹത്തിലിത് എനിക്ക് തോന്നുന്നു. സെലക്ഷൻ ബൂസ്റ്ററൊക്കെ ഉണ്ട് ഗൈസ്. ഇതെന്താ വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല. ജപ്പാന്, സൗത്ത് കൊറിയ, USA, ബ്രസീൽ, ഉറുഗ്വേ, ടർക്കി ആദ്യത്തെ ടീം ബെൽജിയം, അങ്ങനത്തെ ഓരോരോ ടീം. ബെൽജിയം, ക്രൊയേഷ്യ, ഡെൻമാർക്ക്, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ജർമ്മനി ആ ടീം, പോർച്ചുഗൽ, സ്പെയിൻ, വെയിൽസ്. ഇത് ചിലപ്പോൾ വേറെ ഇവൻ്റായിട്ട് കൊണ്ടുവരും കേട്ടോ. ഞാൻ പറഞ്ഞ ഈ ടീമാണ് നമ്മൾ ഓപ്പോണൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് റിവാർഡ് കിട്ടും. അങ്ങനെ എന്തോണ് ഈ ടീം എടുത്താലാവാൻ സാധ്യത. നമ്മൾ ഓപ്പോണൻ്റ് ഈ ടീമാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിവാർഡ് ടീമിനെ ജയിക്കണം എന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. റിവാർഡ് കിട്ടും ജയിച്ചാൽ. അറ്റ് ലാസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും കൊണ്ടില്ല. നമ്മൾ ഫ്രണ്ട് റിക്വസ്റ്റ് ഒക്കെ ഇടുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞ സംഭവം വരാൻ പോവാണ്. അതിൽ ഇൻവൈറ്റ് ശേഷം കളിച്ചാൽ റിവാർഡ് കിട്ടുന്നതാണ് എന്നാണ് പറയുന്നത്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഗായ്സ്. പിന്നെ അങ്ങനെയായിട്ട് വേറെ ഒന്നും സ്പെഷ്യലായിട്ടില്ല. മെയിനായിട്ട് നിങ്ങളെല്ലാവരും സന്തോഷിക്കണം എനിക്കറിയാം. ഇതിന് തന്നെയല്ലേ ഇതിന് ഗായ്സ്. ഫോർ ദീസ് ആർ യു വെയിറ്റിംഗ്? നിങ്ങളുടെ കിഡിലെത്തിക്കാട് തന്നെ വന്നു കേട്ടോ. ഉള്ളിയാവും. അതായാലും ഇന്നത്തോടെ ഇത്രയുള്ളൂ. നമ്മൾ പോണേ.